CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വർഗീയ വിഭാഗീയ ശക്തികൾക്ക് വേരോട്ടം ഉണ്ടാക്കുകയില്ലെന്ന് നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് എഴുത്തുകാരൻ KP രാമനുണ്ണി. മാധ്യമം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തെ തുടർന്ന് രാമനുണ്ണിക്ക് ഭീഷണിക്കത്ത്. ചെർപ്പളശ്ശേരി നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. ഹരിത കേരള മിഷൻ ശുചിത്വ മാലിന്യ സംസ്കരണ യജ്ഞം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുവാനാണ് യോഗം ചേർന്നത്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്ന ആശയത്തിൽ CITU പാലക്കാട് ജില്ലാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മങ്കട ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും സാഹിത്യ ശില്പശാലയും സംഘടിപ്പിച്ചു. പരിപാടി KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. മൂല്യങ്ങളുള്ള വിദ്യാഭ്യാസമാണ് സമൂഹത്തിന് ആവശ്യമെന്നും അത് പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നുണ്ടെന്നും അതിൽ മാറ്റം വരുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KP രാമനുണ്ണി പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ കലയും സാഹിത്യവും മാനവിക വിഷയങ്ങളും ഉണ്ടാവണം. അപ്പോഴേ സഹജീവികളോടുള്ള സ്നേഹവും സഹാനുഭൂതിയും കുട്ടികളിൽ നിറയുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും സമന്മാരാവുന്ന സമയത്ത് അവർ തമ്മിൽ പരസ്പരം സ്നേഹമാണ്. അവരനോട് ബഹുമാനം വേണം, സ്നേഹം വേണം, ആദരവ് വേണം. തൻ്റെ തുല്യനാണ് എന്ന് ചിന്തിക്കാനുള്ള മനസ്സുള്ള വ്യക്തികളെ ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക? അതുണ്ടാക്കണമെങ്കിൽ കുറെ വിവരം ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സഹജീവിയോട് സ്നേഹം ഉണ്ടാക്കണം. നമ്മളെങ്ങനെയാ സ്നേഹവും മറ്റുള്ളവരോട് സഹിഷ്ണുതയും പിന്നെ മര്യാദയും ഒക്കെ ഉണ്ടാക്കാൻ എങ്ങനെയാ പഠിക്കും? അതുണ്ടാക്കാനാണ് അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാ ഉണ്ടാക്കാറുണ്ട്? സ്നേഹം ഉണ്ടാക്കാൻ പറഞ്ഞാൽ 1000 പ്രാവശ്യം സ്നേഹം ഇമ്പോസിഷൻ എഴുതിയ സ്നേഹം ഉണ്ടാവും. 1000 പ്രാവശ്യം ദയാന്ന് എഴുതി കൊല്ലാൻ പറഞ്ഞാൽ ദയ ഉണ്ടാവില്ല. അപ്പൊ ദയയും സ്നേഹവും ഒക്കെ അനുഭവപരമായിട്ട് അനുഭവിപ്പിക്കണം. അങ്ങനെ വരുന്ന സമയത്താണ് അങ്ങനെയുള്ള മൂല്യങ്ങൾ ഉണ്ടാവുക. അങ്ങനെയുള്ള മൂല്യങ്ങൾ ഉണ്ടാകുന്ന വിദ്യാർത്ഥികൾക്കും പൗരന്മാർക്കുമാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അങ്ങനത്തെ വരെ ഉണ്ടാക്കലാണുള്ളത്. ഇത് പലപ്പോഴും നമ്മുടെ പരിപാടിയിൽ മങ്കട MEO CM പ്രേമാനന്ദ് അധ്യക്ഷനായിരുന്നു. KT ഉമ്മർ, K മുഹമ്മദ് അലി, മനോജ് വീട്ടുവേലിക്കുന്നിൽ, KK മുഹമ്മദ് അൻവർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുഖാമുഖം പരിപാടിയും കവിയരങ്ങും നടന്നു. CCN ന്യൂസ് പെരിന്തൽമണ്ണ. കേരളത്തിൽ വർഗീയ വിഭാഗീയ ശക്തികൾക്ക് വേരോട്ടം ഉണ്ടാക്കില്ലെന്ന് നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് എഴുത്തുകാരൻ KP രാമനുണ്ണി. മാധ്യമം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തെ തുടർന്ന് രാമനുണ്ണിക്ക് ഭീഷണിക്കത്ത് വന്നിരുന്നു. മങ്കടയിൽ മുഖാമുഖം പരിപാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാമനുണ്ണി. പ്രിയപ്പെട്ട ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ഒരു വിശ്വാസി എന്ന പേരിൽ മാധ്യമം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിന്റെ പേരിലാണ് സാഹിത്യകാരൻ KP രാമനുണ്ണിക്ക് ഭീഷണിക്കത്ത് വന്നത്. 6 മാസത്തിനുള്ളിൽ മതം മാറണമെന്നും അല്ലെങ്കിൽ പ്രൊഫസർ TJ ജോസഫിന്റെ അനുഭവമായിരിക്കുമെന്നും കത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ലേഖനം ഇഷ്ടപ്പെടാതെ ഉള്ള ഒരു കത്താണ് വന്നിരിക്കുന്നത്. ആ കത്ത് ആർക്കും എഴുതാം. ഒരു മുസ്ലിം ഭീകരവാദിക്ക് എഴുതാം, ഒരു ഹൈന്ദവരുടെ ഇടയിലുള്ള ഒരു വർഗീയവാദിക്കോ ഭീകരവാദിക്കോ എഴുതാം. പക്ഷെ ഈ കത്ത് ഒരു മുസ്ലിം ഭീകരവാദി എഴുതിയ സ്വരത്തിലാണ് ആ കത്തുള്ളത്. അതുകൊണ്ട് ഇത് ആരാ എഴുതിയത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 2 തരത്തിലും കളിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഹിന്ദുവിനെയും ഇസ്ലാമിനെയും ഒരേ നുഖത്തിൽ കെട്ടാൻ ശ്രമിക്കുകയാണ്. നിങ്ങളൊരു മുസ്ലിം അനുകൂല എഴുത്തുകാരൻ എന്നുള്ള ധാരണ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അത് ഒരു അടവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലേഖനത്തിൽ ഇസ്ലാമിൻ്റെ പല ആദർശങ്ങളെയും ഉള്ളിൽ കൂടെ പിന്നെ വിമർശിക്കുന്നുണ്ട്, കർമ്മശാസ്ത്ര സിദ്ധാന്തങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ യാതൊരു അർത്ഥവുമില്ലാത്ത രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിന്നെ വളരെ അസഭ്യമായ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് എൻ്റെ കയ്യും കാലും വെട്ടും മറ്റുള്ളവർക്ക് മാതൃകയാക്കുമെന്നൊരു ഭീഷണിക്കത്താണ് വന്നിട്ടുള്ളത്.
തുടർന്ന് ഇതിനെതിരെ പരാതി നൽകുകയായിരുന്നു. ആദ്യം കാര്യമാക്കി എടുത്തില്ല എന്നും പിന്നീട് സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പരാതി നൽകിയതെന്നും രാമനുണ്ണി പറഞ്ഞു. ഇന്ന് കേരളത്തിൽ മതസൗഹാർദ്ദത്തിൽ യോജിച്ചു പോകണമെന്ന് പറയുന്നത് പോലും ചിലരെ അസ്വസ്ഥമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വന്നപ്പോൾ ഞാൻ 4-5 ദിവസം ഇത് അവഗണിച്ചു. പിന്നെ സീനിയർ ആയിട്ടുള്ള പല എഴുത്തുകാരും, സക്കറിയ, സച്ചിദാനന്ദൻ, രാജീവൻ, ഇങ്ങനെയുള്ളവരുടെ ഉപദേശപ്രകാരമാണ്. കാരണം ഇത് ഇങ്ങനെ ഭീഷണിപ്പെടുന്ന ഒരു ക്രിമിനൽ നടപടിയാണ്. അപ്പോൾ ഒരു ക്രിമിനലായിട്ടുള്ള ഒരു പ്രവർത്തനത്തെ നമ്മൾ സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയ്ക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ സൗഹാർദ്ദത്തിന്റെ കാര്യം പരസ്പരം യോജിച്ചു പോകണം എന്ന് പറയുന്നത് പോലും അസ്വസ്ഥമാക്കുന്നു ചിലരെ എന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇത് ഇങ്ങനത്തെ തെറിക്കത്തുകളൊക്കെ ഇടയ്ക്ക് വരും. ഇത് ഞാൻ അത്ര ഗൗരവമായിട്ട് മുഴുവൻ വായിക്കുക തന്നെ ചെയ്തില്ല. എൻ്റെ സ്വരം കേട്ടോ. പിന്നെ ഒടുക്കാവുമ്പോഴാണ് കടുത്ത ഭീഷണികൾ വന്നത്. അപ്പോൾ പിന്നെ ഈ കത്ത് അവഗണിച്ചാലോ? കാരണം ഇത് ഇങ്ങനെ ഇത് ഒരു സുഖമുള്ള കാര്യമല്ലോ ഇത് പബ്ലിക് ആക്കാൻ. പക്ഷെ അതിലൊരു ക്രിമിനലായിട്ടുള്ളൊരു എലിമെന്റ് ഉണ്ട്. അപ്പം അത് വെളിപ്പെടുത്തേണ്ടത് എൻ്റെ ഒരു കടമയാണ് എന്നുള്ള നിലയ്ക്ക് ആണ് മറ്റുള്ളവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് കൂടുതൽ ബോധ്യമായത്. കാരണം പിന്നെ നമ്മൾ തൽക്കാലം ഇതിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാനുള്ള ഒരു വൈമനസ്യം ഉണ്ടാവുമല്ലോ, ഈ ചീത്ത മനസ്സുകളെ. അത് വിചാരിച്ചിട്ട് നമ്മളിത് ഒളിച്ചു വെക്കേണ്ടതല്ല. തന്റെ പല നോവലുകളിലും മുസ്ലിം ഹിന്ദു ദൈവങ്ങളെ സഹോദരന്മാരെ പോലെ അവതരിപ്പിക്കുന്നതും വർഗീയ ശക്തികളെ അസ്വസ്ഥരാക്കുന്നതുകൊണ്ടാകാം ഇത്തരത്തിൽ ഭീഷണിക്കത്ത് വരുവാൻ കാരണമെന്നും KP രാമനുണ്ണി കൂട്ടിച്ചേർത്തു. ആ നോവലില് നബിയുടെ ജീവിതം, നബീനെ ഏറ്റവും കാരുണ്യവാനായി ചിത്രീകരിച്ചുകൊണ്ട് എല്ലാം ഇസ്ലാം ഭീകരവാദികൾക്കും എതിരായിട്ടുള്ളൊരു നബീനെയാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ ശ്രീകൃഷ്ണനെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ശ്രീകൃഷ്ണൻ ഹിന്ദു വർഗീയവാദത്തിനെതിരായിട്ടുള്ളൊരു ശ്രീകൃഷ്ണനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണനെയും നബി തിരുമേനിയെയും സഹോദരന്മാരെ മാതിരിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് ഇസ്ലാമിക തത്വശാസ്ത്രപ്രകാരവും ഹൈന്ദവ ധർമ്മപ്രകാരവും ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ ദൈവദൂതർ, പ്രവാചകർ എന്നൊക്കെ പറയുന്ന ഒരു സഹോദരന്മാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ഈ വർഗീയ ശക്തികളെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് എന്നർത്ഥം. അതുകൂടി ഒരു കാരണമായിരിക്കാം എനിക്കെതിരായിട്ട് ഈ വക ശക്തികൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭീഷണിക്ക് വഴങ്ങി നിലപാടുകളിൽ മാറ്റം വരുത്തുകയില്ല എന്നും ഇങ്ങനെയുള്ള വർഗീയ ശക്തികൾക്ക് വേരോട്ടം ഉണ്ടാക്കില്ല എന്നും നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ഈ ഭീഷണിക്ക് വഴങ്ങിയിട്ട് എനിക്ക് എഴുത്ത് ലോകത്തിന് ആത്മഹത്യ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം എൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയാണ് ഈ ഭീഷണിക്ക് വഴങ്ങിയതെന്ന് പറഞ്ഞ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ആത്മഹത്യയായിട്ട് മാറും. അതിന് ഞാൻ ഒരിക്കലും തയ്യാറാവില്ലല്ലോ. ഇങ്ങനെയുള്ള വർഗീയ വിഭാഗീയ ശക്തികൾക്ക് നാം ഇവിടെ വേരോട്ടം ഉണ്ടാക്കുക ഇല്ല എന്നൊരു പ്രതിജ്ഞ കൂടി നമ്മൾ ഇതിന്റെ പേരിൽ എടുക്കേണ്ടതാണ് എന്നാണ് ഈ കാര്യത്തിൽ പറയാൻ. CCI ന്യൂസ്, പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവുമായെത്തിയ കോഴിക്കോട് സ്വദേശി എക്സൈസ് RPF സംഘത്തിന്റെ പിടിയിലായി. കോഴിക്കോട് മാങ്ങാട്ടുകണ്ടി പറമ്പയിലെ നല്ലൂർ ജിഷ്ണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ, ഒറ്റപ്പാലം സർക്കിൾ ഓഫീസ് ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സുരക്ഷാ സേനയുടെയും സംയുക്ത പരിശോധന. എക്സൈസ് CI RM വിനീത് കാരാണി, ഇൻസ്പെക്ടർമാർ രജനീഷ്, ഇ ഗോപി, പ്രിവന്റീവ് ഓഫീസർമാർ സജീവ്, വിപിൻ ദാസ്, സന്തോഷ് കുമാർ, PN രാജേഷ് കുമാർ, KJ ഓസ്റ്റിൻ, CV രാജേഷ് കുമാർ, RPFിലെ പവിത്രൻ, സജി അഗസ്റ്റിൻ തുടങ്ങിയവരായിരുന്നു പരിശോധക സംഘത്തിലുണ്ടായിരുന്നത്. CCI ന്യൂസ്, ഒറ്റപ്പാലം. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജില്ലാ ഏകദിന നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം പെരിന്തൽമണ്ണ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഓൾ ഇന്ത്യ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് J. വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ വൃത്തി ഒന്നാം തരം തൊഴിലല്ലേ? ആ തൊഴിൽ ഏർപ്പെടുന്ന പേരാണ് കൃഷിക്കാരൻ, കർഷകൻ. അപ്പൊ ലോകത്താദ്യമായി കർഷകനായാലും തൊഴിലാളിയായാലും അവർ സംഘടിച്ചാലേ ബോധപൂർവമായ അവരുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നു. അപ്പൊ സംഘടനയുടെ പ്രാധാന്യം, സംഘടന വേണം, സംഘടിച്ച് ശക്തരാവണം. നമ്മുടെ ആചാര്യന്മാർ പിന്നീട് പറഞ്ഞത് ഇതിന്റെ മറ്റൊരു വർഷമാണ്. ശ്രീനാരായണ ഗുരുവായ സംഘം ശരണം ഗച്ഛാമി അത് സംഘം സംഘടിക്കും.
ശ്രീനാരായണ ഗുരു സംഘടിക്കും. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ ഏകദിന നേതൃത്വ ക്യാമ്പ് പെരിന്തൽമണ്ണ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന വർത്തമാനകാല പ്രതിസന്ധികളെക്കുറിച്ചും കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നടപടികളെക്കുറിച്ചും പരിഹാര നിർദ്ദേശത്തെപ്പറ്റിയും ക്യാമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു. AIKS സംസ്ഥാന കൌൺസിൽ അംഗം മുക്കം ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. AIKS ജില്ലാ പ്രസിഡന്റ് MA അജയ്കുമാർ അധ്യക്ഷനായിരുന്നു. MA തമ്പി, PP സുനീർ, VVR പിള്ള, മധു മേലാറ്റൂർ, തുളസിദാസ് മേനോൻ, MA അജയ്കുമാർ, പ്രദീപ് മേനോൻ, AP രാജഗോപാൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN ന്യൂസ് പെരിന്തൽമണ്ണ. ചെർപ്പളശ്ശേരി നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. ഹരിത കേരള മിഷൻ ശുചിത്വ മാലിന്യ സംസ്കരണ യജ്ഞം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുവാനാണ് യോഗം ചേർന്നത്. ഇതിന്റെ ഭാഗമായി മുനിസിപ്പൽ റിസർവ് പേഴ്സണെയും തിരഞ്ഞെടുത്തു. 50 വീടുകൾക്ക് 2 വീതം പേരാണ് ഉണ്ടാവുക. വീടുകളിൽ കയറി ഉറവിട മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും ബോധവൽക്കരണം നടത്തും. ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളും നടക്കുക. ഓഗസ്റ്റ് 15 മുൻപ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശവുമുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ഇത്ര ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തീർക്കുവാൻ കഴിയില്ല എന്ന് ചില കൌൺസിലർമാർ അഭിപ്രായപ്പെട്ടു. CCN ന്യൂസ് ചെർപ്പളശ്ശേരി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അനസ്തീഷ്യസ്റ്റിന്റെ നിയമനം സംബന്ധിച്ചും ആശുപത്രിയിൽ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരവും തേടുന്നത് സംബന്ധിച്ചും മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭീമഹർജിക്കായി നടത്തിയ ഒപ്പ് ശേഖരണം പൂർണ്ണമായി. മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടുന്ന ഭീമഹർജിയിൽ 10,000-ഓളം പേരാണ് ഒപ്പിട്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അനസ്തീഷ്യസ്റ്റിനെ നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സമർപ്പിക്കുന്ന ഭീമഹർജിയിൽ 6 മാസമായി അനസ്തീഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ ഓപ്പറേഷനുകൾ മുടങ്ങിക്കിടക്കുന്നതും, രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, 1.5 വർഷമായി പണി പൂർത്തീകരിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ഉടൻ തന്നെ തുറന്നുകൊടുക്കുക, ആശുപത്രിയിൽ ബാത്റൂം സൗകര്യങ്ങൾ ഒരുക്കുക, പോലീസ് സർജനെ നിയമിക്കുക, ആശുപത്രിയിൽ നിന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതിയ കെട്ടിടത്തിലേക്ക് നടപ്പാലം നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരത്ത് ഒരാഴ്ചയായി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ഒപ്പുശേഖരണം പൂർണ്ണമായി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുള്ള ഭീമഹർജിയിൽ ആയിരങ്ങളാണ് ഒപ്പുവച്ചത്. ആയിരങ്ങളും 10,000ങ്ങളും ചെലവഴിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിനൊന്നും തന്നെ പരിഹാരം ഉണ്ടാക്കാത്ത ഒരു ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മക്കെതിരിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ 10,000 ആളുകളെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു ഭീമഹർജി നൽകുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പ് ശേഖരണം ഇന്നത്തോടു കൂടി പൂർത്തീകരിച്ച് അടുത്ത ആഴ്ച ബഹുമാനപ്പെട്ട MLAയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട ഈ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അനസ്തേഷ്യനെ ഉടൻ നിയമിക്കുക, രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക, അതോടൊപ്പം തന്നെ പോലീസ് സർജനെ നിയമിക്കുക, ചിൽഡ്രൻസ് സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ഉടൻ തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഭീമഹർജി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. CCN ന്യൂസ് പെരിന്തൽമണ്ണ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.